പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്ക്. രാവിലെയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 10 വിക്ഷേപണം വിജയമായിരിക്കുന്നു എന്ന വാർത്തയോടെയാണ് ഈ ദിവസം പുലരുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് വിക്ഷേപണം നടന്നത്. അതായത് 9 മാസത്തോളമായി ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുന്നതിലെ നിർണായകമായ ഒരു പടിയാണിപ്പോൾ നാസ കടന്നിരിക്കുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിലും ഇവരവിടെ എത്തി തിരിച്ച് അവരെയും കൊണ്ട് ഈ വാഹനം തിരികെ പോരും. ഇനി കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൂട് വളരെയധികം കൂടുന്നുണ്ട്. 2 ദിവസത്തെ വേനൽ മഴയുടെ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞു. വലിയ രീതിയിൽ ചൂട് കൂടുന്നുണ്ട്. സൂര്യാതപം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പകൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ വലിയ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. നല്ലോണം വെള്ളം കുടിക്കണം. വസ്ത്രങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഇടാൻ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലത്തെ ദിവസം നമ്മൾ പുലർന്നപ്പോൾ കേട്ടത്, നമ്മുടെ വിദ്യാലയങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എപ്പോഴും ആശങ്കയുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അങ്ങനെ വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ഉടൻ. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ച പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ അതീവ ജാഗ്രത. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം തുടരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റിലായേക്കും. ഉറവിടം അറിയാൻ പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ജാമ്യത്തിലുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. ലഹരിക്കണ്ണുകൾ പൊട്ടിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഒരാഴ്ചക്കിടെ പിടികൂടിയത് 1.9 കോടിയുടെ ലഹരി മരുന്ന്. പുതിയ പോലീസ് മേധാവിയാകാനുള്ളവരുടെ പട്ടികയിൽ MR അജിത് കുമാറും. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പേരുകൾ കൈമാറി. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിയുക വരുന്ന ജൂണിൽ. കമ്മിറ്റിയിൽ ഇടം കിട്ടാത്തതിനിടഞ്ഞ പത്മകുമാറിനെതിരെ നടപടി വന്നേക്കും. പരസ്യ പ്രതികരണം തെറ്റായ നടപടി എന്ന MV ഗോവിന്ദൻ. നടപടി മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം. ഗാസ പുനർനിർമ്മിക്കാൻ പലസ്തീനികളെ ആഫ്രിക്കയിൽ പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. ജനങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശം തള്ളി സുഡാൻ. വിയോജിപ്പ് അറിയിച്ച് സുഡാനും. സ്പേസ് എക്സിന്റെ ക്രൂ 10 പേടകം വിക്ഷേപിച്ചിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാന ദൗത്യം. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപണം. Vehicles pitching downrange. Space Station. One port continuing to get good call-outs on the first stage performance so far. We'll have MECO, or main engine cutoff, where the 9 engines on the first stage will cut off ahead of the first and second stages. Main engine cutoff. SpaceX Dragon, 2 Alpha. Stage separation confirmed. Copy, 2 Alpha. Great call-outs and incredible views there on your left-hand screen. On your left-hand screen, you can see a view from stage 1. There's that landing burn. Let's watch as Falcon 9 touches down on landing zone 1. Stage 2 SUS.
And we're preparing for stabilizing the second stage so that we can have a smooth separation. And there you can see on the left-hand side of your screen, the crowd is going wild. It was an honor flying with you this evening. We wish you well on your journey and give. വി ആർ കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് പോലെ വളരെ പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത്. ബുച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ശാസ്ത്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായി വേണം കാണാൻ. ആ ദൗത്യം പക്ഷേ നിറവേറ്റാൻ പോകുന്നത് ബോയിങ് അല്ല, അത് സ്പേസ് എക്സ് ആണ്. അവരുടെ ക്രൂ 10 വാഹനമായിരിക്കും അത് നിർവഹിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴായിരുന്നു ദൗത്യം ആരംഭിച്ചത്? സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാറ്റിയതൊക്കെയാണല്ലോ. ഇനി എപ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചെത്താൻ കഴിയും? ശ്രീജ, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന അവരുടെ മടങ്ങിവരവ് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് നിലവിൽ നാസ പുറത്തുവിടുന്ന വിവരം. കൃത്യമായ സമയം സംബന്ധിച്ച് അമേരിക്കയുടെ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചേരും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും 8 ദിവസത്തെ ദൗത്യത്തിനായി പോവുകയും 9 മാസത്തോളമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടങ്ങിവരവ്, ആ വരവിലേക്ക് തന്നെയാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. ഒട്ടനവധി നേട്ടങ്ങളുമായാണ് ഇവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇവരെ തിരികെ എത്തിക്കാനുള്ള സ്പേസ് എക്സിൻ്റെ ക്രൂ 10 പുലർച്ചെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9 റോക്കറ്റിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടത്തിയത്. 10 മണിക്കൂറിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി സ്പേസ് എക്സ് ക്രൂ 10 ബഹിരാകാശ നിലയത്തിലെത്തും. 4 പുതിയ ബഹിരാകാശ സഞ്ചാരികളും ഈ സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നാസ അവരുടെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആനി മക്ലിൻ, നിക്കോളാസ് അയേഴ്സ്, ടക്കുയ ഒനീഷി, അതോടൊപ്പം തന്നെ കിറിൽ പെസ്കോവ്, ഇങ്ങനെ 4 ബഹിരാകാശ സഞ്ചാരികളുമായാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ 10 പേടകം പുറപ്പെട്ടത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇവർ അടുത്ത 6 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരും. 10 മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ ഇവർ അവിടെ എത്തിയാൽ 2 ദിവസത്തെ ഹാൻഡ് ഓവർ പ്രക്രിയകളുണ്ട്. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ ചുമതല സുനിത വില്യംസ് കൈമാറിയിരുന്നു. ഇനി ഇവിടെ എത്തുന്ന ഈ 4 ബഹിരാകാശ സഞ്ചാരികൾക്ക് കൂടി അവരുടെ ചുമതലകൾ കൈമാറുന്ന ഒരു ഹാൻഡ് ഓവർ പ്രക്രിയയുണ്ട്. അതിനുശേഷമാവും അവരുടെ മടക്കയാത്ര. എന്തായാലും പുതിയ ടീമിന് ചുമതലകൾ കൈമാറിയ ശേഷം ഇവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ജൂണിലാണ് സ്പേസ് എക്സിൽ ഇത്തരത്തിൽ വലിയ ഒരു ഗവേഷണ ദൗത്യവുമായി 8 ദിവസത്തെ ഗവേഷണ ദൗത്യവുമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും പുറപ്പെടുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ പല പ്രതിസന്ധികളും ആ ദൗത്യത്തിൽ നേരിടുകയായിരുന്നു. പ്രത്യേകിച്ച് ഹീലിയം വാതകത്തിൻ്റെ ചോർച്ച, അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ കേടുപാടുകൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ മടക്കയാത്ര വൈകുകയും ചെയ്തു. എന്തായാലും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവസം വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ലോകം അവരുടെ മടങ്ങിവരവിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ യാത്രയെക്കുറിച്ചുമൊക്കെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ ആശങ്കകൾ പങ്കുവച്ചിരുന്ന സമയത്തും അവർ അവരുടെ ദൗത്യങ്ങളിൽ തുടരുകയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒട്ടനവധി റെക്കോർഡുമായാണ് സുനിത വില്യംസിൻ്റെ മടക്കയാത്ര എന്നതും ഏറെ ശ്രദ്ധേയമാണ്. 62 മണിക്കൂർ 9 മിനിറ്റ് ബഹിരാകാശത്ത് നടന്നുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ 900 മണിക്കൂർ നീണ്ട ഗവേഷണങ്ങൾ പൂർത്തിയാക്കി. സസ്യങ്ങളുടെ വളർച്ച, പ്രത്യേകിച്ച് ഈർപ്പം, അതോടൊപ്പം തന്നെ പോഷകങ്ങൾ എത്രത്തോളം ബഹിരാകാശത്ത് നിലനിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ പൂർത്തിയാക്കിയാണ് അവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും പല ഘട്ടങ്ങളിലായി അവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ തന്നെ ലോകത്തിന് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യം സംബന്ധിച്ച ചർച്ചകളൊക്കെ സജീവമായി നടക്കുകയും ചെയ്തു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാകുന്നു. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്പേസ് എക്സിൻ്റെ ക്രൂ 10 2 ദിവസത്തിനുള്ളിൽ തന്നെ മടങ്ങി എത്തുകയും ചെയ്യും. ശ്രീജ. കാർത്തിക്, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അങ്ങനെ ബഹിരാകാശത്തെ ഒരു വലിയ ശക്തിയായി ഇലോൺ മസ്ക് മാറുക കൂടിയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ എതിരാളികളായ ബോയിങ് പരാജയപ്പെട്ടിടത്തേക്കാണ് ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ ഈ ക്രൂ 10 അവിടെ എത്തുന്നത്. അവരെ വിജയകരമായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമൊക്കെ 2 കമ്പനികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. ഒന്ന് ബോയിങ്ങും 2 സ്പേസ് എക്സും. സ്വാഭാവികമായും ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനറാണ് ഇത്തരത്തിൽ ഹീലിയം വാതക ചോർച്ചയും അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം സംബന്ധിച്ച കേടുപാടുകൾ കാരണവും ഈ യാത്ര മുടങ്ങാൻ കാരണമായത്. ഇതിന് ശേഷം
സ്പേസ് എക്സ് ഇവരെ തിരിച്ചെത്തിക്കാൻ കൊണ്ടുപോകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബഹിരാകാശ സഞ്ചാരവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ പല ഘട്ടങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതാണ്. കടുത്ത കിടമത്സരം തന്നെയാണ് ഇരു കമ്പനികൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കൂടി ഈ ദൗത്യം നിർണായകമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം പല ഘട്ടങ്ങളിലും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ശ്രമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചത് ഇവരുടെ മടക്കയാത്ര വൈകാൻ കാരണം അതിന് മുമ്പിരുന്ന ഭരണകൂടം, ജോ ബൈഡൻ ഭരണകൂടത്തെ അടക്കം വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ കാര്യമായി ഇടപെട്ടുകൊണ്ട് പ്രതികരണങ്ങൾ നടത്താതെ, എന്നാൽ ആ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരുവരും ബഹിരാകാശത്ത് തുടർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല, ഞങ്ങൾ ഗവേഷണവുമായി മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ ഇവിടെ തുടരുന്നതിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ഈ തുടരുന്ന 9 മാസക്കാലവും അവിടെ വളരെ സജീവമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സുനിത വില്യംസ് അവരുടെ സ്വന്തം നാട്ടിലെ കുട്ടികളുമായി ഒരു ഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി അവിടെയുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ വരെ പുറത്തു വന്നിരുന്നു. ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയാണ്, അവിടെ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളോട് വീഡിയോ കോൺഫറൻസിലൂടെ വിശദീകരിക്കുന്ന സുനിത വില്യംസിനെയൊക്കെയാണ് ഒരു ഘട്ടത്തിൽ കണ്ടത്. അത്തരത്തിൽ ഈ 9 മാസക്കാലവും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇരുവരും അവിടെ തുടർന്നത്. മാത്രമല്ല, ഒട്ടനവധി ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള നേട്ടങ്ങളുമായാണ് ഇവർ മടങ്ങിയെത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ് ഇവരുടെ മടങ്ങിവരവിനായി. അമേരിക്കൻ സമയം ശനിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചേരുമെന്നാണ് നാസ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ശരി കാർത്തിക്, എന്തായാലും നമ്മുടെ തലമുറ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പണ്ടൊക്കെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി, ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വാഹനം, അങ്ങനെ നമ്മൾ ജനറൽ നോളജിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിരുന്നു. ഇതാ നമുക്ക് നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിരിക്കുകയാണ്. ബഹിരാകാശത്ത് 9 മാസത്തോളം താമസിച്ച് അവിടെ നിർണായകമായ പരീക്ഷണങ്ങൾ നടത്തി അവിടുത്തെ അനുഭവങ്ങൾ നമ്മളോട് നേരിട്ട് പറയാൻ കഴിയുന്ന രണ്ടുപേർ തിരിച്ചെത്തുന്നതും കാത്താണ് ലോകം കാത്തിരിക്കുന്നത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ എത്തുമ്പോൾ അത് ശാസ്ത്രത്തിലും ചരിത്രത്തിലുമൊക്കെ നിർണായകമായ നാഴികക്കല്ലുകളായി മാറുകയാണ്. നമ്മുടെ ഇന്ത്യയും മോശമല്ല, നമ്മുടെ ISROയും മോശമല്ല. നമ്മളും കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ചരിത്രപരമായ ചില മുഹൂർത്തങ്ങൾക്കായാണ്. അടുത്ത മാസം വീണ്ടും സ്പേസ് ഡോക്കിംഗ് നടത്തുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ അൺഡോക്കിംഗ് വിജയകരമായി. ഇത് ചന്ദ്രയാൻ 4ന്റെ ഗതിയിൽ വളരെ സഹായകരമാകും. ഊർജ കൈമാറ്റം അടക്കം പരീക്ഷിക്കും. ഗഗൻയാന് മുന്നോടിയായി ഒരു ടെസ്റ്റ് വെഹിക്കിൾ പരീക്ഷണം കൂടി നടത്തുമെന്നും ISRO ചെയർമാൻ പ്രതികരിച്ചു. ഇന്നലെയാണ് രാവിലെ 9:20 നമ്മൾ അൺഡോക്കിംഗ് ആതറൈസ് ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അൺഡോക്കിംഗ് സക്സസ് ആയി. അപ്പം ഇങ്ങനെ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിങ്ങിൽ സക്സസ് ആയ 4ാമത്തെ ദേശമാണ് നമ്മളുടെ ഭാരതദേശം. അതൊരു മേജർ ഒരു അച്ചീവ്മെൻ്റാണ്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇത് നിറയെ ഇത് യൂസ് ആവും. ഇപ്പം നമ്മളുടെ ചന്ദ്രയാൻ 4 ഒരു 9000 kg സാറ്റലൈറ്റ്, 9200 kg സാറ്റലൈറ്റാണ്. അത് 2 റാക്കറ്റിലാണ് കൊണ്ടുപോയി 2 ഡോക്ക് ചെയ്യണം. ഡോക്ക് ചെയ്ത് പിന്നെ മൂന്നത് നിലാവുക്ക് പോയിട്ട് അവിടെ അൺഡോക്ക് ചെയ്ത് ചില പോർഷൻ തറയിറങ്ങി അവിടെ സാമ്പിൾ എടുത്ത് തിരിച്ച് ഡോക്കാവും, പിന്നെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ ഡോക്കിങ് അൺഡോക്കിങ് ഇതൊക്കെ യൂസ് ആവും. പിന്നെ ഒരു ഇടത്തിൽ യൂസ് ആവുന്നത് ഇപ്പം ആൾക്കാരെ മൂന്നൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വലിയ റാക്കറ്റിൽ കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഒരു മീഡിയം റാക്കറ്റാണ് ചെയ്യുന്നത്. 2 മോഡ്യൂളായിട്ട് കൊണ്ടുപോയി അതുപോലെ അസംബിൾ ചെയ്ത് ഡോക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് അതൊക്കെ യൂസ് ആവും. അടുത്ത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, 2 സാറ്റലൈറ്റ്, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് മറ്റേ സാറ്റലൈറ്റ് വെച്ച് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റ്. ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യും, മറ്റേ സാറ്റലൈറ്റ് അതിൻ്റെ ഔട്ടർ സർഫേസിൽ റൊട്ടേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന കുറേ എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്പിളിമാമനെ കൈപ്പിടിയിലാക്കാനുള്ള ഇന്ത്യയുടെ ISROയുടെ ശ്രമങ്ങളിൽ നിർണായകമായ മറ്റൊരു സ്റ്റെപ്പ് കൂടിയാണ് ഇന്നിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സ്പേസ് അൺഡോക്കിങ്ങിലൂടെ ഇനിയും ഉണ്ട് നമുക്ക് മുന്നിൽ ചെറിയ ചെറിയ പടികൾ. ആ പടികൾ കൂടി കയറുമ്പോൾ നമുക്ക് വിജയകരമായി വീണ്ടും അഭിമാനത്തോടെ, ചന്ദ്രനോളം അഭിമാനത്തോടെ നമുക്കും നിൽക്കാൻ കഴിയുമെന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ISRO ചെയർമാൻ നൽകുന്നത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ലഹരി വ്യാപനം തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക. അരുത് ലഹരി വ്യാപനം. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന്
അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് കൂടി പോവുകയാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. റിമാൻഡിലായ പ്രതി ആകാശിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെടും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ സംഭവം നമ്മളിലൊന്നും ഉണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും പോയിട്ടില്ല. എങ്ങനെ ഇത്രയധികം കഞ്ചാവ് ഒരു കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ വന്നു എന്നതാണ് അറിയേണ്ടത്. അത് ആരെ ഉദ്ദേശിച്ചായിരുന്നു, എന്താണ് അതിൻ്റെ ഒരു നെറ്റ്വർക്ക്, എങ്ങനെയാണ്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതിൽ സ്വാഭാവികമായും വേണ്ടത് ഇതിൻ്റെ സോഴ്സ് അറിയണം. എന്താണ് പോലീസിന്റെ സംശയങ്ങൾ? പ്രധാനമായി ആദ്യത്തെ കാര്യം. 2, കൂടുതൽ അറസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ കണ്ണികളിലേക്കാണോ ഉപയോഗിച്ചവരിലേക്കാണോ, എങ്ങനെയാണ് ഇത് നീളുന്നത്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ നമ്മളൊരു SFI KSU വിദ്യാർത്ഥികൾ എന്ന് തരംതിരിക്കാതെ നമ്മുടെ കോളേജുകളിലെ കുട്ടികൾ അത് വലിയ രീതിയിൽ ലഹരികൾക്ക് അടിമകളാകുന്നു, അല്ലെങ്കിൽ ലഹരി കൈമാറ്റം ചെയ്യുന്നു, ലഹരി വിൽക്കുന്നു, സഹപാഠികൾക്ക് ലഹരി കൊടുക്കുന്നു. ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലേക്ക് തന്നെയാണ് പോലീസ് ഒരു അന്വേഷണം അതിനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ, മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ ഒരു റെയ്ഡ് ഉണ്ടാകുന്നത്. ആ റെയ്ഡിൽ പിടിച്ചെടുത്ത ലഹരി കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, അത് തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്രാസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതവർ കച്ചവടം നടത്തുന്നുണ്ട്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചതെന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആകാശിനെ ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആകാശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. ഒപ്പം ഇന്നലെ പിടികൂടിയവരെ വിശദമായൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് മനസ്സിലായത് പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ, അത് എറണാകുളം സ്വദേശി തന്നെയാണ്, അയാളാണ് ഈ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഇന്നലെ ലഹരി എത്തിച്ചത് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതാരാണെന്ന് ഉടനെ നമുക്ക് അറിയാൻ സാധിക്കും. ഇയാളിപ്പോൾ ഒളിവിലാണ്. ആ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുകൂടിയാണ് കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഈ ലഹരി എത്തിച്ചത് കോളേജിൽ തന്നെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഒപ്പം ഇതിൽ 2 KSU പ്രവർത്തകർ, ഈ ആകാശിന്റെ റൂമിലുണ്ടായിരുന്ന 2 KSU പ്രവർത്തകരുണ്ടായിരുന്നു, ആദിൽ, അനന്തു, ഇവരുടെ മൊഴി എടുത്തിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇന്നലെ പോലീസിന്റെ ഒക്കെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് അത് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് കൂടുതൽ റൂംമേറ്റ്സ് ആകുമ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാകുമായിരിക്കുമെന്നൊരു വിശ്വാസം പോലീസിനുണ്ട്. അത്തരത്തിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക മാത്രമാണോ അതോ കച്ചവടം നടത്തുന്നുണ്ടോ? ഇവരാരിൽ നിന്നാണ് ഇവർക്ക് ലഹരി എത്തുന്നത്? പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ കൂടിയും പൂർവ്വ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണ് ലഹരി എത്തുന്നത്? എത്ര കാലമായി ഈ കോളേജ് ഹോസ്റ്റലുകളിൽ ഇങ്ങനെ ലഹരി നൽകുന്നു? അങ്ങനെ നിരവധി കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ പറയുന്ന ഓരോ എല്ലാം തന്നെയും ഈ അക്രമത്തിന് പിന്നിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഭരണകൂടവും ഒപ്പം മാധ്യമങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ലഹരിക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ലഹരി സുലഭമായി ലഭിക്കുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ ലഹരി, അത് ഏത് പാർട്ടിയുടെ തന്നെ ആയിക്കോട്ടെ, ഏത് SFI എന്നോ KSU എന്നോ വേർതിരിവ് വേണ്ട, ഇങ്ങനെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടാകില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, ആരെയും സംരക്ഷിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് തന്നെ മാതൃകാപരമായിട്ടാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം പറഞ്ഞത്, ഇത് KSU എന്നോ SFI എന്നോ അല്ല, നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ലഹരിക്കെതിരെ പോരാടുന്നത്. അവിടെ KSU പ്രവർത്തകരാണെങ്കിൽ അവരെ സംരക്ഷിക്കുകയില്ല. നടപടി ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഉടനെ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. SFIയും അതേ നിലപാട് തന്നെയാണ്. MP രാജേഷ് അടക്കം പാർട്ടിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന ഏതെന്നോ നോക്കുന്നില്ല. പകരം വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു, അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടണം. സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ആരെയും തന്നെ സംരക്ഷിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോളേജുകളിൽ ലഹരികൾ എത്തുന്നുണ്ട്. അതും കോളേജ് ഹോസ്റ്റലിൽ ഇത്രയേറെ ലഹരി കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരിയാണ് നവമി. ഇതിൽ SFI എന്നോ
KSU എന്നോ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയെന്നോ എന്നില്ല. നമ്മുടെ കുട്ടികളാണ്, നമ്മൾ പഠിക്കാൻ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുന്ന കുട്ടികളാണ്. അവരുടെ ഹോസ്റ്റലിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന തിരിച്ചറിവോടെ പാർട്ടി ഭേദമില്ലാതെ യാതൊരു ഭേദവുമില്ലാതെ ഇതിൻ്റെ കണ്ണികൾ മുറിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. ആ തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനം നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത്, അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നത്. അത് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ വേണം. അത് ഉണ്ടാകും എന്ന് അവരോരോരുത്തരും ഒരു പ്രതിജ്ഞ പോലെ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, നമ്മളൊക്കെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒക്കെ കഴിഞ്ഞ് വന്നവരാണല്ലോ, അവരെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു മുഖം നോക്കാതെയുള്ള നടപടി തന്നെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ സമയത്ത് നടക്കുന്നത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടെയുള്ള ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർന്ന് വരികയാണ്. എക്സൈസ് 8 ദിവസത്തിനിടെ 1,90,00,000 രൂപയുടെ ലഹരി മരുന്നുകളാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പിടികൂടിയിട്ടുള്ളത്. പോലീസ്, വനംവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയൊക്കെ സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ലഹരി മരുന്നുകൾ പിടികൂടിയത്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡ് എക്സൈസ് നടത്തിയെന്നാണ് അറിയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, രാവിലെ വരുന്ന വിവരമനുസരിച്ച് 1 കിലോ കഞ്ചാവുമായിട്ട് എറണാകുളം ചേരാനല്ലൂരിൽ യുവാവ് പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും 120 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലഹരി വല എന്ന് പറയുന്നത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 8 ദിവസത്തിനിടെ പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ കണക്ക് കൂടി സൂചിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും ശ്രീജ, പോലീസും എക്സൈസും ഒക്കെ കുറച്ചുകൂടി നേരത്തെ ഇത്തരത്തിലുള്ളൊരു കാടടച്ച പരിശോധന അല്ലെങ്കിൽ കർശനമായിട്ടുള്ളൊരു പരിശോധന നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെയെങ്കിലും നമ്മുടെ കുട്ടികളെ ഈ ലഹരിയിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഈ ആക്രമണങ്ങളും ഈ ഓരോ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിന് പിന്നിൽ ലഹരിയാണെന്ന്, പ്രതികൾ ലഹരിക്ക് അടിമയാണെന്നൊക്കെ വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഒരു അത്ര ഗൗരവം ആയപ്പോൾ മാത്രമാണ് ഇത്രയും കർശനമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇത് ഒരാഴ്ച, മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡുകളാണ് എക്സൈസ് നടത്തിയത്. ഇതിൽ നിന്നാണ് 1.9 കോടിയുടെ ലഹരി മരുന്ന് പിടികൂടുകയും ചെയ്തത്. എന്തായാലും കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്ക് അത് തടഞ്ഞിട്ടില്ല. ഇപ്പോഴും ലഹരിയുടെ ഒഴുക്ക് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നും, നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തരാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസൊക്കെ കർശനമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്. കൊച്ചിയിലടക്കം പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെയാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. കൊച്ചിയുടെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അത് പനമ്പള്ളി നഗറിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ വൈകുന്നേരം കഴിയുമ്പോൾ, അതായത് ഒരു രാത്രിയൊക്കെ ഒരു 7 മണിക്കും പുലർച്ചെയൊക്കെ കുട്ടികൾ ഇത്തരത്തിൽ പരസ്യമായിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതുമൊക്കെ പലതവണ ആളുകൾ കാണുകയും കട ഉടമകൾ പോലീസിന് പരാതിയൊക്കെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴൊന്നും പോലീസ് വളരെ ഗൗരവത്തോടുകൂടി, അല്ലെങ്കിൽ ഇത്ര ഗൗരവത്തോടുകൂടി ഇക്കാര്യത്തെ നോക്കിക്കണ്ടില്ല. പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറി. പോലീസിന്റെ ഒരു നിരീക്ഷണം അത് കൊച്ചി നഗരത്തിൽ എപ്പോഴും നടക്കുന്നുണ്ട്. രാത്രികാല പെട്രോളിംഗ് ഒക്കെ സജീവമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇത്തരത്തിൽ ലഹരിയുടെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ലഹരി അവിടെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ ബാഗിലൊക്കെയാണ് ഇവർ ലഹരി കടത്തുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുന്നുണ്ട്. ഒപ്പം കുട്ടികളെയും മാതാപിതാക്കളെയും അവർക്കൊരു അവബോധം നൽകുക, സ്കൂൾ കേന്ദ്രീകരിച്ച്, സ്കൂളിലെ ടീച്ചർമാരെ കേന്ദ്രീകരിച്ച് അവരൊക്കെ കുട്ടികളുടെ ഓരോ നിരീക്ഷണവും ഓരോ പ്രവൃത്തിയും അത്രയും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് അങ്ങനെ സംശയമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലീസിനെ അറിയിക്കുക എന്ന നടപടികളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നൊക്കെ മുക്തരാക്കാൻ കഴിയും. അതോടൊപ്പം ഈ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് എവിടെ നിന്നാണ് എത്തുന്നത്, കൊറിയർ വഴി ലഹരികൾ എത്തുന്നുണ്ട്, കടൽമാർഗം എത്തുന്നുണ്ട്, ഇതെല്ലാം തടയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഈ ലഹരിയുടെ പിടിയിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസും എക്സൈസും സർക്കാരും എല്ലാം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ
ലഹരി വ്യാപനത്തിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഈ കണ്ണികൾ അറുത്ത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള വലിയ ദൗത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. അത്രയേ നമുക്ക് ഈ ദിവസം ഓരോ ദിവസവും നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ പറയേണ്ടത് അതുതന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇനി സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് വിരമിക്കാനിരിക്കുകയാണ്. അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിലേക്ക് MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയെന്ന നിർണായകമായ വിവരം പുറത്തുവരുന്നു. പട്ടികയെ ചൊല്ലി വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 2025 ജൂണിൽ ഷേഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരും. അതിനു മുൻപ് ആ റിപ്പോർട്ട് കാണാം. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ A ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുമുണ്ട്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കേഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 7 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. UPSC ചെയർമാൻ, വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പട്ടികയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. തൊട്ടുപിന്നിൽ റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയ്ക്കാണ് സീനിയോറിറ്റിയിൽ 3ാം സ്ഥാനം. MR അജിത് കുമാറിന് 2025 30 വർഷം പൂർത്തിയാകും. നിതിൻ അഗർവാളിനും ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനും 2026 ജൂലൈ വരെ സർവീസുണ്ട്. തൊട്ടുപിന്നിലുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് 2030 വരെ സർവീസും മനോജ് എബ്രഹാമിന് 2031 വരെയും സർവീസുമുണ്ട്. MR അജിത് കുമാർ 2028 വിരമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി. ഡാൻ, വിവാദങ്ങളുടെ തോഴനാണ് എം ആർ അജിത് കുമാർ. ഈ പട്ടികയിലേക്ക് എം ആർ അജിത് കുമാർ കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ വിവാദമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏത് സാഹചര്യത്തിലാണ് എം ആർ അജിത് കുമാർ ഈ പട്ടികയിൽ വരുന്നത്? എം ആർ അജിത് കുമാർ സർവീസ് കാലാവധി 30 വർഷത്തേക്ക് എത്തുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2028 വിരമിക്കാനിരിക്കുന്ന അദ്ദേഹത്തെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും സർക്കാർ അദ്ദേഹത്തെ കൈവിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയരുകയും തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മറ്റ് പോംവടികളൊന്നും ഇല്ലാതെ വന്നതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിന് പിന്നാലെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 7 പേരുടെ പട്ടികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബൈ സാഹിബ് തന്നെയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പട്ടിക നൽകിയത്. ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കേന്ദ്ര പ്രതിനിധികളായി UPSC ചെയർമാൻ ഉൾപ്പെടെയുള്ള ബോർഡാണ് ഏഴംഗ സമിതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക. ആ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത് കുമാർ ഇടം പിടിക്കുമോ എന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അതായത് നിതിൻ അഗർവാൾ ഈ പട്ടികയിൽ ഏറ്റവും സീനിയറായി മുമ്പിൽ നിൽക്കുന്നു. തൊട്ടു പിന്നിലായി യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. പക്ഷേ ഏതെങ്കിലും വിധേന ആ 3 അംഗ ചുരുക്കപ്പട്ടികയിലേക്ക് എം ആർ അജിത് കുമാർ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ തെരഞ്ഞെടുപ്പിന് അടുത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷത്തിനിടയിൽ നടക്കാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ആ പോലീസ് തലപ്പത്ത് ഉണ്ടാകേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് എം ആർ അജിത് കുമാറിന്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എം ആർ അജിത് കുമാറിന്റെ പേര് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ അദ്ദേഹത്തെ പരിഗണിക്കുമോ അതോ ആ ചുരുക്കപ്പട്ടികയിലെ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനെ ആയിരിക്കുമോ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ജൂണിലാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബൈ സാഹിബിന്റെ കാലാവധി പൂർത്തിയാകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആരാകും അടുത്ത പോലീസ് മേധാവി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരും. എന്തായാലും ആ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത് കുമാർ ഇടം പിടിക്കാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്നതാണ് ഈ വിഷയത്തിൽ എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആകാംക്ഷ കാര്യമായി മാറുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആ പട്ടികയിൽ എം ആർ അജിത് കുമാർ ഇടം പിടിക്കുമോ എന്നതാണ്, ആ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നത് തന്നെയാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്. സർക്കാരിൻ്റെ വളരെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം കിട്ടുമോ എന്നത് കാത്തിരുന്നറിയാം. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോയി മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന്
എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ കഴിഞ്ഞ കുറേ ദിവസമായി ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി മേഖലയിൽ ആളുകളെ മുഴുവൻ ആശങ്കയിലാക്കുന്നത് ഒരു കടുവയായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ കടുവയെ കണ്ടെത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കൂട് സ്ഥാപിച്ചിടത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് കടുവയെ കണ്ടത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് വനം വകുപ്പ് അറിയിച്ചു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, സ്കൂളിന് അവധി കൊടുത്ത അടക്കം ആ മേഖലയിൽ വലിയ ജാഗ്രതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കടുവയെ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുള്ളതാണ്? അതും ഈ ജനവാസ മേഖലയിൽ തന്നെയാണോ? കൂട്ടിലേക്ക് കടുവ വരുമെന്നാണോ വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, തീർച്ചയായും കൂട്ടിലേക്ക് കടുവ എത്തുന്ന ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. എന്നാൽ കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് തന്നെയാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഇതിനെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് വ്യക്തമല്ല. എന്തായാലും ഈ കൂട്ടിലേക്ക് അടുത്ത് എത്തുമെന്നാണ് കരുതുന്നത്. ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കൂട് സ്ഥാപിച്ചതിനുള്ള അടുത്തതായിട്ടുള്ള പ്രദേശത്താണ്. ഏകദേശം 2 ആഴ്ചയിലധികമായി ഗ്രാമ്പിയിലെ, പ്രത്യേകിച്ച് വണ്ടിപ്പെരിയാർ മേഖലയിലെ ഗ്രാമ്പി മേഖലയിലൊക്കെ വലിയ തോതിലുള്ള കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. പല ഭാഗങ്ങളിൽ കടുവ ഇറങ്ങുകയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിൽ തുടർച്ചയായി ദിവസങ്ങളിൽ കടുവ എത്തിയത്. പ്രത്യേകിച്ച് സ്കൂളിന്റെ പരിസരത്ത് വരെ, സമീപത്തെ ഒരു തേയിലത്തോട്ടത്തിൽ വരെ കടുവയെത്തി. ഒരു ദിവസം വരെ 2 തവണ ആളുകൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ കണ്ടു. ഇതോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കടുവയെ പിടിക്കാൻ നിർദ്ദേശം നൽകുകയും കൂടൊരുക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ 2 ദിവസത്തേക്ക് കടുവയെ കണ്ടില്ല. അത് തുടർന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കടുവയെ കാണുന്നത്. പ്രത്യേകിച്ചും 300 മീറ്റർ ഈ കൂട് സ്ഥാപിച്ച് ഇരയെ ഒരുക്കി കാത്തിരിക്കുന്ന പ്രദേശത്ത് നിന്നും 300 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ കടുവയുള്ളത്. എന്നാൽ കടുവയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനാൽ തുടർന്നുള്ള നടപടികൾ വൈകും. കാരണം മയക്കുവെടി അടക്കം വെക്കുക എന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മയക്കുവെടിയിലേക്ക് നീങ്ങിയാൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ലാത്തതിനാൽ പ്രത്യേകിച്ചും കടുവ കൂട്ടിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തങ്ങളുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവ കൂട്ടിലേക്ക് എത്തി ഇരയെ തേടി കൂടിലേക്ക് എത്തുകയാണെങ്കിൽ പിടികൂടുകയും ആവശ്യമായ ചികിത്സകൾ നൽകിയ ശേഷം ചികിത്സ ഭേദമാവുക, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് കൊണ്ടുവിടും, അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനം വകുപ്പ്. കടുവയുടെ ആരോഗ്യനില മോശമാണ്. അതുകൊണ്ട് മയക്കുവെടിയിലേക്കൊന്നും പോകാൻ തൽക്കാലം ആലോചിക്കുന്നില്ല. കടുവ സ്വയം വന്ന് കൂട്ടിൽ കുടുങ്ങുമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടിന് തൊട്ടടുത്തുണ്ട് കടുവ എന്നത് ആശ്വാസകരമാണ്. വനം വകുപ്പിന്റെ നിരീക്ഷണ പരിധിയിൽ തന്നെ കടുവ നിൽക്കുന്നുണ്ട്. നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. സ്കൂളിലൊക്കെ അവധി കൊടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഗ്രാമ്പി മേഖലയിലെ ആളുകൾക്ക് ഒരാശ്വാസം എന്ന് പറയുന്നത് ഈ കടുവയെ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ആ കൂട്ടിലേക്ക് കടുവ വന്ന് സ്വമേധയാ വരും എന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ, സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാവുന്നു. പത്മകുമാറിന്റേത് സംഘടനാപരമായി തെറ്റായ നടപടിയാണെന്നും പാർട്ടി ഇക്കാര്യം പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും നടപടി. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതും മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. 52 വർഷത്തെ തന്റെ പാർട്ടി പാരമ്പര്യവും 9 വർഷത്തെ വീണ ജോർജിന്റെ പാർട്ടി ബന്ധവും താരതമ്യം ചെയ്തായിരുന്നു നേതൃത്വത്തിനെതിരെ പത്മകുമാർ ആഞ്ഞടിച്ചത്. ആദ്യ ദിവസങ്ങളിലെ പ്രതികരണം പിന്നീട് മയപ്പെടുത്തിയ പത്മകുമാർ ചെയ്ത തെറ്റിന് ശിക്ഷയനുഭവിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ സംഘടനാപരമായി ഗുരുതരമായ വീഴ്ചയാണ് മുതിർന്ന നേതാവ് കൂടിയായ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിലയിരുത്തലിലാണ് CPIM. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകുമെന്ന് തീർത്തു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും.
CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പത്മകുമാറിനെ അനുനയിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറുമായി സംസാരിച്ചു. BJP-യിലേക്ക് ക്ഷണിച്ച് ജില്ലാ നേതൃത്വം വീട്ടിലെത്തിയെങ്കിലും പത്മകുമാർ പരസ്യമായി തള്ളിപ്പറഞ്ഞു. CPIM വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്ന് പറഞ്ഞ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉറപ്പാണ് എങ്കിലും കടുത്ത നടപടിയിലേക്ക് പോയേക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ശാരീരിക മാനസിക പീഡനമേറ്റ സംഭവത്തിൽ നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പീഡനത്തിന് കാരണക്കാരായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാനും പ്രിൻസിപ്പലിനെയും പ്രധാന അധ്യാപികയെയും സ്ഥലം മാറ്റാനും സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറിയ ഉത്തരവിൽ പറയുന്നു. പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനമുണ്ടായി എന്ന് കാണിച്ചായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാർത്ഥിയുടെ പിതാവ് പരാതി നൽകിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ആരോപണ വിധേയരായ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിട്ടത്. അനധികൃത ഫീസ് രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് മാനേജ്മെന്റ് കുട്ടിയോട് പകപോക്കാൻ തുടങ്ങിയതെന്നാണ് പരാതി. ഇത് കുട്ടിയുടെ പഠനത്തെയും ബാധിച്ചു. ജനുവരി 22-ന് UP സെക്ഷനിലെ കായികാധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൾ പറയുന്നത് പ്രിൻസിപ്പൽ അടുത്തേക്ക് കംപ്ലൈന്റ് കൊണ്ട് ചെന്നില്ല എന്നാണ്. ഇത് മോഷണം നടത്തിയ കള്ളൻ എനിക്കാദ്യം പരാതി തരൂ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പറയുന്ന പോലെയാണ്. പ്രിൻസിപ്പളാണ് ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതും പ്രിൻസിപ്പളാണ് ഞങ്ങളോട് TC വാങ്ങിക്കൊണ്ട് പോകാനും പറയുന്നത്. ആ പ്രിൻസിപ്പളിന് പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? പോലീസ് സ്റ്റേഷൻ അഭയം പ്രാപിക്കേണ്ടി വന്നു. പോലീസ് അന്വേഷിച്ചു. നോൺ ബെയിലബിൾ സെക്ഷൻസ് അനുസരിച്ച് കേസെടുക്കും. 4 അധ്യാപകർക്കെതിരെ കേസെടുത്തു. എന്നിട്ടും അവർ ബെയിലെടുക്കാനോ നടപടി സ്വീകരിക്കാനോ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. അവർ വളരെ സ്വതന്ത്രരായി നടക്കുന്നു. കുട്ടികളുടെ ഈ സംഭവം മുഴുവൻ കണ്ടു നിന്ന വിദ്യാർത്ഥികൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു, മാതാപിതാക്കളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കുട്ടിക്കെതിരെ സംസാരിക്കാൻ ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സ്കൂളിന്റെ പ്രിൻസിപ്പലിന് പുറമെ പ്രധാന അധ്യാപികയെയും മാനേജ്മെന്റിന് കീഴിലെ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനാണ് ഉത്തരവിലെ നിർദ്ദേശം. ഇരയായ വിദ്യാർത്ഥിയുടെ ക്ലാസ് ടീച്ചർ, ഗണിത അധ്യാപിക, മലയാളം അധ്യാപകൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അച്ചടക്ക നടപടി ഉറപ്പുവരുത്തിയതിനു ശേഷം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറാനും ഉത്തരവിൽ പറയുന്നു. സെന്റ് മേരീസ് സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി എല്ലാവരോടുമുള്ള പ്രത്യേക അറിയിപ്പാണ്. അത് വേനൽ ചൂട് കടുത്തിരിക്കുന്നു. സംസ്ഥാനത്ത് താപനില വളരെ ഉയരാൻ സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വലിയ മോശമില്ല. ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും വയനാട്, ഇടുക്കി ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പലയിടങ്ങളിലും അൾട്രാവയലറ്റ് ഇൻഡെക്സ് വളരെ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അത് നേരിട്ട് നമ്മൾ ഈ വെയിലേൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി അയഞ്ഞ ലൈറ്റ് കളർ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, കയ്യിലൊരു കുട കരുതുക, കഴിയുമെങ്കിൽ സൺഗ്ലാസസ് ഉപയോഗിക്കാമെങ്കിൽ അത് ഉപയോഗിക്കുക. അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ചൂട് നേരിട്ട് വെയിൽ നേരിട്ട് ഏൽക്കുന്ന സാഹചര്യമുള്ളത് അതെല്ലാം ഒഴിവാക്കി പരമാവധി സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക. നെല്ല് സംഭരണത്തിലെ വളരെ കാര്യമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കിഴിവിന്റെ പേരിൽ തർക്കം രൂക്ഷമായതോടെ കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണമാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുൻപ് ഒരു കാലത്തും കിഴിവ് നൽകാത്ത പാടങ്ങളിൽ ഇപ്പോൾ കിഴിവ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. കൊയ്ത് 2 ആഴ്ചയോളം എത്തിയ നെല്ലിപ്പോൾ പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കർഷകരുടെ ദുരിതത്തിന് ഇക്കൊല്ലവും ഒരു മാറ്റവുമില്ല. മില്ലുടമകൾ ഏജന്റുമാർ വഴി കർഷകരെ ചൂഷണം ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും സർക്കാർ ഉറക്കത്തിലാണ്. ഇതോടെ വേനൽ മഴയെത്തിയാൽ ഈ വർഷത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിലാകുമെന്ന ആശങ്കയിൽ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുകയാണ് മലരിക്കലെ കർഷകർ. ഞങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് 2 ആഴ്ചയായിട്ട് ഇത് കൊയ്ത് കിടക്കുന്ന നെല്ല. ഇതിനായിട്ടും ഈ സപ്ലൈക്കോ
എടുത്തിട്ടില്ല. ഇത് താഴേന്ന് മഴയെ പേടിച്ച് താഴത്തെ കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ വാരി റോഡ് സൈഡിലോട്ട് ഇട്ടേക്കുവാണ്. അത് 6000 രൂപ കൊടുത്താണ് ഞങ്ങൾ ഇത് മറിച്ചിടിയിച്ചത്. ഞങ്ങൾ 6-7 മാസം കിടന്ന് കണ്ടെത്തി കിടന്ന് കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ മുതല. ഇത് വണ്ടിക്കാർക്കും പണിക്കാർക്കും വളയിടിക്കാർക്കും വിഷക്കാർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഈ കിടപ്പൂടെ കിടന്ന് ഞങ്ങൾ എവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട വരികയില്ല. മലരിക്കലിൽ 1800 ഏക്കർ പാടശേഖരമുള്ളതിൽ 400 ഏക്കറിലെ കൊയ്ത്താണ് പൂർത്തിയായത്. 25ഓളം യന്ത്രങ്ങൾ ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കൃഷി കൂടുതൽ നഷ്ടമാകുന്നതിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. ഈ പാടശേഖരം 1800 ഏക്കറാണ്. ഞങ്ങളുടെ നെല്ല് ഇവിടം വരെ ഓടി വരണമെങ്കിൽ 1 മണിക്കൂർ എക്സ്ട്രാ വണ്ടിക്ക് പൈസ. നേരെ മറിച്ച് ഇതിന് നടുക്കൂടെ ഒരു റോഡുണ്ടേലേ, ഇതിന് നടുക്കൊരു തോടുണ്ട്. ആ സൈഡിൽ കൂടെ ഒരു റോഡ് കൂടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് രൂപ എത്ര ലാഭമാണെന്ന് അറിയാം. മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കർഷകർ തയ്യാറായിട്ടില്ല. വിവിധ കർഷക സംഘടനകളും കോൺഗ്രസും BJPയുമെല്ലാം പാടി ഓഫീസ് ഉപരോധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങൾ നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ മലരിക്കൽ സന്ദർശിച്ച് പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ലഹരിയുടെ വലകൾ മുറിക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ ഉറക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും ഈ ഇതിൽ രാഷ്ട്രീയമൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ചിലയിടത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ആലപ്പുഴയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് MDMA പിടിച്ചെടുത്ത കേസിൽ പ്രതിക്കായി സൗത്ത് പോലീസ് ഒത്തുകളിക്കുകയാണ്. കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിൽ പോലും വീഴ്ച സംഭവിച്ചു. നാർക്കോട്ടിക് ഡ്രഗ് പരിശോധനയിൽ കൈക്കൊള്ളേണ്ട പരിശോധനാ മാനദണ്ഡവും പാലിച്ചില്ല. പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമവും ഉണ്ടായില്ല. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ ആലപ്പുഴയിലെ പോലീസിന് ഇതൊരു സ്ഥിരം പരിപാടിയാണോ? അതായത് ഇനി ഇങ്ങനെ ഇതിന്റെ കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന പേരിൽ ഇത് വളരെ ഈസിയായി കാര്യങ്ങളൊക്കെ ഊരി പോരാമല്ലോ. എന്തൊക്കെ പ്രധാനപ്പെട്ട വീഴ്ചകളാണ് ഈ സൗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ശ്രീജ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വിചാരണ കാലയളവിലേക്ക് കേസ് കോടതിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വളരെയധികം പ്രതിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ കേസിന്റെ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിക്കുമ്പോൾ തീർച്ചയായും അതൊരു ഗസറ്റഡ് റാങ്കുള്ള ഓഫീസറുടെ സാന്നിധ്യത്തിൽ തന്നെ ദേഹപരിശോധന നടത്തണം എന്നുള്ള കാര്യം നിയമപരമായി തന്നെ ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നാൽ വിഘ്നേഷിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല. CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ കേസിലെ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇതൊരു പെട്ടെന്നുള്ളൊരു സെർച്ചോ അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടിയിരിക്കുന്ന എടുത്തു നിന്ന് പോലീസ് നടത്തിയൊരു റാൻഡമായുള്ള ഒരു ചെക്കിങ്ങിന്റെ ഭാഗമായോ കിട്ടിയതല്ല. മറിച്ച് കൃത്യമായൊരു ഇൻഫർമേഷൻ പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് നിന്നും MDMAയുമായി പിടിച്ച ആളുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസിന് കൃത്യമായ വിവരം കൈമാറുന്നുണ്ട്. അതായത് ഇത് വിൽപ്പന നടത്തിയാൽ വിഘ്നേഷാണ്, വിഘ്നേഷിന്റെ കൈവശം ഇതുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു പ്ലാനിങ്ങോടുകൂടി നടത്തിയ പരിശോധനയിലാണ് വിഘ്നേഷിൽ നിന്നും ഈ MDMA കണ്ടെത്താൻ സൗത്ത് പോലീസിന് കഴിഞ്ഞത്. പക്ഷേ അത്തരമൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടും എന്തുകൊണ്ട് ദേഹപരിശോധന അടക്കം, അതായത് കൂടുതൽ സ്ട്രോങ് ആയി കേസ് പോകുന്ന രീതിയിലേക്ക് ഉള്ള ദേഹപരിശോധന അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ടായി, സമ്മർദ്ദം പോലീസിന് മേലുണ്ടായി, പോലീസ് ഒത്തുകളിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നുള്ളതാണ്. മറ്റൊന്ന് ശ്രീജ, നമുക്കറിയാം ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട സർക്കാർ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. പോലീസ് പരക്കം പാഞ്ഞുകൊണ്ടാണ് ഈ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണങ്ങളും തിരച്ചിലുകളും ഒക്കെ നടത്തുന്നത്. പക്ഷേ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു കേസ് പിടിച്ച ഘട്ടത്തിൽ, അതായത് MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പിടിച്ച ഘട്ടത്തിൽ എന്തുകൊണ്ട് തുടർ പരിശോധനകളോ ആ കേസിൽ തുടർ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് FIR വ്യക്തമാക്കുന്നത് ഈ വിഘ്നേഷിന്റെ കൈവശം MDMA ഉണ്ടായിരുന്നു, ഒഴിഞ്ഞ സിറിഞ്ചുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ MDMA വിൽപ്പന നടത്തിയതിന്റെ പണമിടപാടിന്റെ 400 രൂപ നോട്ടുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് FIR-ലടക്കം വ്യക്തമാണ്. അങ്ങനെ പിടിച്ചൊരു പ്രതി ഒരുപക്ഷെ കൂടുതൽ നമുക്ക് ഈ കേസിനകത്ത് നമ്മൾ കണ്ടത് അതിന്റെ ക്വാണ്ടിറ്റി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു എന്നുള്ളതാണ് FIR പ്രകാരം ഉള്ളത്. എന്നാൽ ഈ ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിൽപ്പന നടത്തി എന്നുള്ള കാര്യം അതേ സമയം തന്നെ FIR-ൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വിഘ്നേഷിനെ പിടിച്ചത് EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് എന്നുള്ളതാണ് പോലീസ്
പറയുന്നത്. എന്തുകൊണ്ട് ഇതിനകത്ത് നടത്തേണ്ട ഒരു പ്രാഥമിക സെർച്ചായ ഇയാളുടെ വീട്ടിലെ പരിശോധന പോലും തൊട്ടടുത്ത സൗത്ത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുള്ള ആ വീട്ടിൽ പോലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് FIR പ്രകാരം എന്തായാലും അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ്. EMS സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്നും ഈ വിഘ്നേഷിനെ പിടിച്ചു എന്നുള്ള കാര്യമാണ് അവർ FIRൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പ്രതിയുടെ ഫോൺ പരിശോധന അല്ലെങ്കിൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയോ ഈ വിൽപ്പന നടത്തിയെന്ന് ബോധ്യമായിട്ടും CDR രേഖകളോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ബാങ്ക് രേഖകളോ അതായത് ഫോൺ പേ, ഗൂഗിൾ പേ അടക്കമുള്ള പണമിടപാടുകളോ അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത് കിട്ടി എന്നുള്ള ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യലോ ആ കേസിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് CPM സംസ്ഥാന സമ്മേളനം കൂടി നടക്കുന്ന കാലയളവിലായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാൻ ഈ കേസിലെ ഏറ്റവും വലിയ കള്ളക്കളി എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട അതായത് സ്റ്റേഷനിൽ ചാർജുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പോലും ഈ കേസ് പിടിച്ചത് താഴെയുള്ള പോലീസുകാർ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ടാണ് അത്തരത്തിൽ അതൊരു പുറത്തേക്ക് വലിയ രീതിയിൽ ഈ കാര്യങ്ങൾ വിടാതിരുന്നതെന്നാണ് ഇന്റേണലി പോലീസിനകത്ത് ഉണ്ടായ സംസാരം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കേസുമായി കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പ്രതിഭയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് അതായത് കഞ്ചാവ് പിടിച്ചൊരു കേസിൽ മെഡിക്കൽ പരിശോധന എന്ന പ്രാഥമിക ഘട്ടം പോലും ആ കേസിൽ പൂർത്തീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കണ്ടത്. എന്തായാലും ആ രീതിയിൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ കേസിൽ നിന്ന് ആ കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതും എക്സൈസിന്റെ റിപ്പോർട്ടിൽ പോയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ നിൽക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് അത് ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരിയാണ് ശരണ്യ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആലപ്പുഴയിലെ പോലീസിന് ഇതൊരു സ്ഥിരം പരിപാടിയാണോ എന്ന ചോദ്യം അത് തന്നെ ഉദ്ദേശിച്ചായിരുന്നു. നമ്മുടെ പോലീസിന് കേസ് അന്വേഷിക്കാൻ മാത്രമല്ല കേസ് ഒതുക്കി തീർക്കാനും കേസ് ഇല്ലാതാക്കാനും ഒക്കെ നല്ലവണ്ണം അറിയാം. സർക്കാരിന്റെ മുന്നിലേക്കാണ് ഈ വാർത്ത വെക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ലഹരി കേസിൽ അറസ്റ്റിലായാൽ അല്ലെങ്കിൽ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായാൽ അവർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ എന്ന് പറയേണ്ടത് സർക്കാരാണ്. അത് കളമശ്ശേരിയിലായാലും ശരി ആലപ്പുഴയിലായാലും ശരി ലഹരിയുടെ വല മുറിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ കർശനമായ നടപടികളാണ് വേണ്ടത്. അത് ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് അങ്ങ് തേച്ചു മാച്ച് കളയാം എന്ന് കരുതിയാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ഈ കണ്ണികൾ ഇതുപോലെ തന്നെ ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ സൗത്ത് പോലീസിന്റെ ഭാഗത്ത് ഒരു ലഹരി കേസിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെട്ടപ്പോൾ ഉണ്ടായ വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സുഖമായി കോടതിയിൽ പോയി ഊരിപ്പോരാവുന്ന വിധത്തിൽ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്കും നല്ല നമസ്കാരം എന്ന് തന്നെ പറയാം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ വിദ്യാർത്ഥിയായ ആഷിഖ് കസ്റ്റഡിയിലാണ്. അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് കൂടി ഇപ്പോൾ നീങ്ങുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ റിമാൻഡിലായ പ്രതി ആകാശിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജാമ്യം ലഭിച്ച മറ്റ് 2 പ്രതികളായ അഭിരാജ്, ആദിത്യൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, പൂർവ്വ വിദ്യാർത്ഥിയിലേക്ക് മാത്രം കാര്യങ്ങൾ അങ്ങ് പോയാൽ ഇവിടത്തെ കാര്യങ്ങൾ അങ്ങ് തേച്ചുമാച്ച് കളയാമെന്നും കരുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കഞ്ചാവ് എത്തിച്ചതെങ്കിൽ ആരൊക്കെയാണ് ഉപയോഗിച്ചത്, ആരൊക്കെയാണ് അത് ഹോസ്റ്റലിൽ അതിന്റെ കച്ചവടക്കാരായിരുന്നത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ അന്വേഷണത്തിന്റെ 2ാമത്തെ ദിവസമാവുമ്പോൾ കാര്യങ്ങൾ പോകുന്നത്? ശ്രീജ, പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ആഷിഖാണ് ഇവിടേക്ക് ഇന്നലെ രാത്രി, അതായത് ഈ സംഭവം നടക്കുന്ന റെയ്ഡിന് തൊട്ടു മുൻപായി രാത്രി കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. അത് തന്നെയാണ് പിടിയിലായ പ്രതികളും മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ തന്നെ എറണാകുളത്ത് നിന്ന് തന്നെ ആഷിഖിനെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആഷിഖ് സ്ഥിരമായി ഇവിടേക്ക് കഞ്ചാവ് എത്തിക്കുന്ന ആളാണോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ആഷിഖ് ഇതിനു വേണ്ടി പണപ്പിരിവ് നടത്തി ഹോസ്റ്റലിൽ പണപ്പിരിവ് നടത്തി, അത് ആകാശാണ് ആഷിഖിന് പണം നൽകുവാനായി, അതായത് കഞ്ചാവ് എത്തിക്കുന്ന ആഷിഖിന് പണം നൽകുവാനായി പണപ്പിരിവ് നടത്തിയത് ആകാശാണെന്ന് കൂടി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആകാശിന്റെ അക്കൗണ്ടുകളടക്കം പരിശോധിക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആഷിഖിനെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ആഷിഖാണ് അന്നത്തെ ദിവസം, അതായത് ഹോളി ആഘോഷത്തിന് വേണ്ടി കുട്ടികൾ കോളേജിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പോലീസ് പിടികൂടി ആ കഞ്ചാവ് എത്തിച്ചത്
ആഷിഖാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിലാണ് ആഷിഖിനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിഖിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ആഷിഖ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണോ? ഒപ്പം ഈ വിൽപ്പന എത്ര രൂപയ്ക്കാണ് ആളുകൾ ഈ കുട്ടികളിൽ നിന്നും കുട്ടികൾക്ക് കഞ്ചാവ് നൽകുന്നത്? അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ആഷിഖിന് കഞ്ചാവ് ലഭിക്കുന്നത് എന്നീ വിവരങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വിശദമായ ചോദ്യം ചെയ്യൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇന്നലെ പിടിയിലായ 3 വിദ്യാർത്ഥികൾക്ക് 2 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ആകാശിനെയാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇങ്ങനെ കളമശ്ശേരി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്നത് ആഷിഖാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആഷിഖ് കഞ്ചാവ് നൽകുന്നത് ആകാശാണ് പണം പിരിച്ച് ആഷിഖിന് നൽകുന്നത് എന്നുകൂടി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയിൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഈ കഞ്ചാവ് ഇവിടേക്ക് ഇങ്ങനെ എത്തിച്ചത് ആഷിഖാണെന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത്. എറണാകുളം ചേരാനല്ലൂരിൽ 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായിരിക്കുന്നു. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. 120 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. നമ്മുടെ യൂട്യൂബ് ലൈവിൽ ബാബു കുഞ്ഞച്ചു എന്ന് പറയുന്ന ഒരാൾ പറയുന്നു, ലഹരിയൊന്നും സർക്കാർ സ്പോൺസേഡ് ലഹരിയാണിത്, ഒന്നും സംഭവിക്കില്ല. രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ ഇവരൊക്കെ പുറത്തിറങ്ങും. സർക്കാരിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും സഹായമില്ലാതെ ഈ ലഹരി വ്യാപാരമൊന്നും നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നത് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ആ ജനങ്ങളുടെ ആ ധാരണ മാറ്റാൻ ഉതകുന്ന പ്രവൃത്തി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17-ന് സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തും എന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. ഈ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നിയമസഭാ സമ്മേളനമാണ്. നിയമസഭാ സമ്മേളനത്തിനിടയിൽ ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് വളയിൽ ഉണ്ടായാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്നൊരു വിലയിരുത്തൽ ഇടതു മുന്നണിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആശമാരുമായി ഉടൻ ചർച്ച നടത്തി അനുനയ നീക്കത്തിലൂടെ സമരം അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് LDF ഘടകകക്ഷികൾ സർക്കാരിനെ വീണ്ടും അറിയിക്കും എന്ന സൂചനകളും ഈ സമയത്ത് പുറത്തുവരുന്നുണ്ട്. ഇന്നലെ വന്നൊരു വാർത്തയായിരുന്നു. വ്ലോഗർ ജുനൈദ് റീൽസൊക്കെ ഇട്ട് വലിയ സോഷ്യൽ മീഡിയ താരമാണ്. ജുനൈദ് വാഹനാപകടത്തിൽ ഇന്നലെ മരിച്ചു. മലപ്പുറം മരത്താണിയിലായിരുന്നു അപകടം. റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് നിഗമനം. റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.
എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 34ാം ദിവസം. സമരക്കാർ മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് വളയും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശമാരും സമരത്തിനെത്തും. ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് താപനില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. വേനൽ കടുത്തതോടെ താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട്. ഇന്ന് പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തുമെന്ന് പ്രവചനം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പ്രതിയായ ആദ്യ കൊലപാതക കേസ് സജിത കൊലക്കേസ് ഇന്ന് പരിഗണിക്കും. പാലക്കാട് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം വൈകിയ സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തി. കൂട് സ്ഥാപിച്ചിടത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് കടുവയെ കണ്ടത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വനം വകുപ്പ്. യുക്രൈൻ റഷ്യ യുദ്ധം ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സംഘടിപ്പിക്കുന്ന ലോക നേതാക്കളുടെ വെർച്വൽ യോഗം ഇന്ന്. യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനായി ബ്രിട്ടൻ സഖ്യം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ 17 സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും ഹിമപാതത്തിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കാറ്റ് അലബാമ, ടെക്സസ്, ലൂസിയാന എന്നിവിടങ്ങളിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് പ്രവചനം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 2 തവണയും ജയിച്ചത് ഡൽഹിയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ബ്രൈറ്റനെ നേരിടും. എവർട്ടൺ വെസ്റ്റ് ഹാം മത്സരവും ഇന്ന് നടക്കും. ഇനി ഇന്ന് വളരെ സ്പെഷ്യലായ ആളുകൾക്കുള്ള ആശംസകളാണ്. അതിൽ വളരെ സ്പെഷ്യലായ ഒരാൾക്കുള്ള ആശംസയാണ് ഏറ്റവും ആദ്യം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ CV അനുമോദിന്റെ പിറന്നാളാണ് ഇന്ന്. അനുമോദ് എത്ര വയസ്സായി എന്നൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അനുമോദേ, ഹാപ്പി ബർത്ത്ഡേ.
വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. പ്രായം ഞാൻ പറയണോ? ഫേസ്ബുക്കിലൊക്കെ ഇട്ട സ്ഥിതിക്ക് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. അത് ചെറിയൊരു പ്രായമല്ലേ, അതുകൊണ്ട് പിന്നെ 40 is the new 20 എന്ന മുദ്രാവാക്യമായിട്ടാണ് നമ്മളൊക്കെ ഇനി ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും മിക്കവാറും തീർച്ചയായിട്ടും മിക്കവാറും എൻ്റെ വാർത്താ ദിവസങ്ങൾ തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു വശത്ത് അനുമോദം കൂടി ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നമ്മുടെയൊക്കെ ഈ ഒരു ജോലി കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയട്ടെ. ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആശംസിക്കുന്നു. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. വളരെ വളരെ നന്ദി, ഏറെ വിലപ്പെട്ടതാണത്. അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ? തീർച്ചയായും. ശരി, ലൈവിലായിരുന്നു കിട്ടേണ്ടിരുന്നത്, എന്നാൽ കുറച്ചും കൂടെ ഒക്കെ വർത്താനമൊക്കെ പറയായിരുന്നു. അപ്പൊ തൽക്കാലം ഈ സർപ്രൈസ് ഇങ്ങനെ നടന്നുള്ളൂ. അപ്പൊ നമുക്ക് നാളെ രാവിലെ ലൈവിൽ കാണാം. ശരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ CV അനുമോദിന്റെ പിറന്നാളാണിന്ന്. അനുമോദിനുള്ള ആശംസകളായിരുന്നു. ഇനി അടുത്തത് അടൂർ തെങ്ങമം മണിമന്ദിരത്തിൽ വസന്തകുമാരിയുടെ പിറന്നാളാണിന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തക ആര്യ ആർ ദേവന്റെ അമ്മയാണ് വസന്തകുമാരി. അപ്പോൾ ആര്യയുടെ അമ്മ ഞങ്ങളുടെയും പ്രിയപ്പെട്ട അമ്മയാണ് വസന്തകുമാരി. അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ആഘോഷം നടക്കട്ടെ. ആര്യ ഞങ്ങൾക്കുള്ള ചെലവ് ഇവിടെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഞങ്ങളുടെ ആഘോഷങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആഘോഷങ്ങളും നമുക്ക് ഒന്നിച്ചാണ് ആഘോഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ News 18 സ്ക്രീനിൽ നമുക്കൊന്നിച്ച് സന്തോഷം പങ്കിടാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് 9346975748 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്. സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് അയയ്ക്കുക, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ഇനി ജാഗ്രതയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നോ തിങ്കളാഴ്ചയോ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാനപ്പെട്ട തെളിവെടുപ്പ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ്. കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ കൊലപാതക പരമ്പര നടന്ന സമയക്രമങ്ങളിലൊക്കെ നിർണായകമായ വിവരങ്ങൾ കിട്ടേണ്ടത് ഈ വീട്ടിലെ തെളിവെടുപ്പിലാണ്. അത് എപ്പോൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്? കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തിങ്കളാഴ്ച ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന്, വെഞ്ഞാറമൂട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. പേരമലയിലെ വീട്ടിൽ അഫ്സാന്റെയും അതോടൊപ്പം തന്നെ ഫർസാനയുടെയും കൊലപാതകങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിലാകും ഈ തെളിവെടുപ്പ് നടത്തുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റ് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട പേരമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട് പോലീസ് കൂടി നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി തിങ്കളാഴ്ച മുതൽ പ്രതിയെ വിശദമായി വീണ്ടും തെളിവെടുപ്പിനെത്തിക്കുകയും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെ ഉണ്ടായതാണ് എന്നതിനെ സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. അഫാനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അത് മിക്കവാറും തിങ്കളാഴ്ചയാവും നടക്കുക എന്നറിയുന്നു. മറ്റ് വാർത്തകൾ നോക്കാം. പത്തനംതിട്ട തിരുവല്ല കവിയൂരിൽ മദ്യലഹരിയിൽ യുവാവ് അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു. 75 വയസ്സുള്ള സരോജിനി എന്ന വയോധികയെ മർദ്ദിച്ച കേസിൽ മകൻ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറെ നാളായി ഈ അമ്മയെ മകൻ മർദ്ദിക്കാറുണ്ടെന്ന് ബന്ധുക്കളും അയൽവാസികളും ഒക്കെ പറയുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ് സരോജിനിയെ മകൻ സന്തോഷ് മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ചത്. സ്ഥിരമായി മദ്യപിക്കാറുള്ള സന്തോഷ് വീട്ടിലെത്തിയാൽ നിരന്തരം വഴക്കും പ്രശ്നങ്ങളും പതിവാണ്. പല ദിവസങ്ങളിലും മദ്യപിച്ചെത്തി ഇയാൾ അമ്മ സരോജിനിയെ മർദ്ദിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറഞ്ഞു. തടസ്സം പിടിക്കാനെത്തുന്ന അയൽവാസികളെയും ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യും.
അക്രമം പതിവായതോടെയാണ് അയൽവാസികൾ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. വീട്ടിലെത്തിയാണ് പോലീസ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തത്. സന്തോഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു. മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടാണ് സരോജിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നത്. നാട്ടുകാരും പഞ്ചായത്ത് അംഗവും സന്തോഷിനെതിരെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂരിൽ 12 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കുടുംബ സുഹൃത്തായ യുവതി അറസ്റ്റിൽ. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ മല്ലിനെയാണ് പോലീസ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. ചൈൽഡ് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. സ്നേഹ മെർലിനെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് സ്വദേശിനിയാണ് പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനി. സ്കൂളിൽ വെച്ച് കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് വിവരം പുറംലോകം അറിയുന്നത്. ബാഗിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് അധ്യാപിക വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് രക്ഷിതാക്കൾ കുട്ടിയെ ചൈൽഡ് ലൈനിന്റെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് 12-കാരി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയും യുവതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു സ്നേഹ 12-കാരിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ സ്നേഹ നൽകിയിരുന്നതായും വെളിപ്പെടുത്തലുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം കെ മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ന്യൂസ് 18 കണ്ണൂർ. ആലപ്പുഴ താമരക്കുളത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ കറിയിൽ ഗ്രേവി കുറഞ്ഞതിന്റെ പേരിൽ അക്രമം. ഹോട്ടൽ ഉടമയെ ചട്ടുകത്തിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് യുവാക്കളടങ്ങിയ സംഘമാണ്. പൊറോട്ടയും ബീഫ് ഫ്രൈയും പാഴ്സൽ വാങ്ങിയപ്പോൾ ഗ്രേവി കുറവാണെന്ന പേരിലായിരുന്നു ആക്രമണം. 3 പേർ ചേർന്നാണ് ഹോട്ടലിലെ സാധനങ്ങൾ അടിച്ചു തകർത്തതും ഉടമയെ മർദ്ദിച്ചതും. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെ ചാരമൂട് താമരക്കുളം ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം. 6 മണിയോടെ 3 യുവാക്കൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഗ്രേവിയും വാങ്ങിപ്പോയിരുന്നു. 1 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയ സംഘം ഗ്രേവി കുറഞ്ഞുപോയി എന്ന പേരിൽ കടയുടമയുമായി തർക്കത്തിലായി. തുടർന്ന് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. ഹോട്ടലുടമ മുഹമ്മദ് ഉവൈസ്, ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ്, ഭാര്യ മാതാവ് റെജില എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവാക്കളിൽ ഒരാൾ ചട്ടുകം ഉപയോഗിച്ച് ഹോട്ടലുടമയുടെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ 3 പേരെയും അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലുടമയുടെ പരാതിയിൽ നൂർനാട് പോലീസ് കേസെടുത്തു. വള്ളികുന്നം സ്വദേശികളായ 21-കാരൻ ഷിജിൻ, 26-കാരൻ വിഷ്ണു, 25-കാരൻ അനൂപ് എന്നിവർ അറസ്റ്റിലായി.
ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മംഗലപുരത്ത് യുവാവിനെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഉത്സവ ഘോഷയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മുരിക്കുമ്പുഴ സ്വദേശി ഷിബുവിനെ SIയും സംഘവും ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ചത്. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത തന്നെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് ഷിബുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മുരിക്കുമ്പുഴ സ്വദേശി 38-കാരനായ ഷിബുവിനെ മക്കളുടെയും ഭാര്യയുടെയും സാന്നിധ്യത്തിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ഈ മാസം 8-ന് രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്ര കഴിഞ്ഞ് കുട്ടികൾക്ക് കരിമ്പ് വാങ്ങാൻ പോയപ്പോഴായിരുന്നു മർദ്ദനം. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത തന്നെ എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് ഷിബു പറയുന്നു. ഞാൻ കരിമ്പ് വാങ്ങിച്ച് മക്കൾ വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് തന്നെ. ഈ പ്രശ്നം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അവസാനമാണ് മക്കൾ പറഞ്ഞ് പോവാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരണം ആ വീട്ടിൽ നിന്ന്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ആ മൂർത്തി നട ഫ്രണ്ട് വാതൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്നെ ബാക്കിൽ നിന്ന് 2 അടി എൻ്റെ ഷോൾഡറിൽ വീണു. നല്ല അടിയായിരുന്നു. എൻ്റെ 2 കൈയും പൊക്കാതായപ്പോൾ ഞാൻ തിരിഞ്ഞ് ആറാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ പോലീസുകാരാണ്. അപ്പോൾ ഞാൻ എന്തിനെന്നെ അടിക്കുന്നു, എന്ത് തെറ്റാ ഉള്ളതെന്ന് ചോദിച്ചു. എന്നെ മക്കളെ മുമ്പിട്ട് അടിക്കില്ലേ, എൻ്റെ മക്കളൊക്കെ തോന്നി നിൽക്കുകയെന്ന്, എന്നെ അവരെ വിട്ട് മുമ്പിട്ട് അടിക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞിട്ട് പോലും എന്നെ കേൾക്കാതെ വളഞ്ഞിട്ടടിച്ച്. SI ഒറ്റയ്ക്കല്ല, SIയുടെ കൂടെ 5 പേര് ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ ഉണ്ടായിരുന്നവരാണ് എന്നെ അടിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബുവിനെ ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഷിബുവിന് ഇപ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗലപുരം. പോലീസിന്റെ അതിക്രമം പോലെ തന്നെ പോലീസിന് നേരെയും അതിക്രമവും ഒക്കെ നടക്കുന്നുണ്ട്. മോഷണ കേസിലെ പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോൾ കൊട്ടിയം സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പുതുച്ചിറ സ്വദേശി ഗോകുലാണ് പോലീസിനെ കൈവിലങ്ങുകൊണ്ട് മർദ്ദിച്ചത്. SI സോമരാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ലാൽ എന്നിവർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ മൈലാപ്പൂർ ഭാഗത്ത് വെച്ച് സ്ത്രീയുടെ മാലയും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതിയെ പിടികൂടാൻ എത്തിയതായിരുന്നു കൊട്ടിയം പോലീസ്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 ചെറിയ കുറ്റിമുക്കിന് സമീപം ഗോകുൽ എന്ന പ്രതിയെ പിടികൂടുന്നതിനിടയിലായിരുന്നു ആക്രമം. പ്രതിയെ കയ്യാമം വെച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. മൈലാപ്പൂർ ഭാഗത്തുനിന്ന് ഒരു മാലയും മൊബൈലും പോയെന്നും പറഞ്ഞൊരു പരാതി വന്നു. ആ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയതാണ്. അപ്പോൾ ലൊക്കേഷൻ എടുത്തപ്പോൾ അത് ലൈവുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നതിൻ്റെ സ്ഥലത്ത് പോയതാണ്. സ്ഥലത്ത് പോയി അപ്പോൾ ഞങ്ങൾ 2 പേരും വന്നു. പരാതിക്കാർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവരെ നമ്മൾ കീഴടക്കാൻ 3 പേര് ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മളെ ഹാൻഡ് ഗ്രൂപ്പ് അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അപ്പോൾ അത് വെച്ച് ഇടിച്ചതാണ്. കൈവിലങ്ങ് കൊണ്ടുള്ള അടിയേറ്റ് പോലീസുകാരായ സോമരാജ്, സന്തോഷ് എന്നിവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയാണ് ഗോകുലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 കൊല്ലം. അടുത്തത് കോഴിക്കോട് ഒരു സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് 15 ലക്ഷം രൂപ സ്വർണം തട്ടിയെടുത്ത വാർത്തയാണ്. ഈ സ്വർണം തട്ടിയെടുത്തത് ഒരു സ്ത്രീ ജീവനക്കാരനുമായി അവിടെ ഒരു സൗഹൃദം സ്ഥാപിച്ചാണ്. കേസിൽ മുംബൈ സ്വദേശികളായ 2 യുവതികളെ കാസർഗോഡ് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് പോലീസിന്റെ സമർത്ഥമായ ഇടപെടലിലൂടെ പിടിയിലായത്. കോഴിക്കോട്ടെ സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് തട്ടിയെടുത്ത 150 ഗ്രാം സ്വർണവുമായി മുംബൈയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് 2 യുവതികളെ ഹോസ്ദുർഗ് പോലീസ് സാഹസികമായി പിടികൂടിയത്. മുംബൈ സ്വദേശികളായ ശ്രദ്ധ രമേശ് എന്ന ഫിർദ, സൽമ ഖാദർ ഖാൻ എന്നിവരാണ് പിടിയിലായത്. സ്ഥാപന ഉടമ വടകര സ്വദേശി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. കോഴിക്കോട് ചെറുവണ്ണൂർ ശാരദാ മന്ദിരത്തിൽ നിന്ന് റഹ്മാൻ ബസാറിലേക്ക് പോകുന്ന വഴിയിലെ ആഭരണ നിർമ്മാണശാലയുടെ വാടക വീട്ടിൽ നിന്ന്
വ്യാഴാഴ്ചയാണ് യുവതികൾ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഹനീഫ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് ശ്രദ്ധയുമായി പരിചയത്തിലായിരുന്നു. ഈ ബന്ധത്തിന്റെ പേരിലാണ് യുവതികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയത്. മുംബൈയിൽ തുടങ്ങുന്ന ജ്വല്ലറിയിലേക്ക് 200 ഗ്രാം സ്വർണം എത്തിച്ചാൽ 60,000 രൂപ ലാഭം കിട്ടുമെന്നാണ് യുവതികൾ ഹനീഫയോട് പറഞ്ഞത്. വിവിധ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും ഹനീഫയുടെ മൊബൈൽ ഫോണും കൈക്കലാക്കിയാണ് ഇവർ മുങ്ങിയത്. കോഴിക്കോട് രജിസ്ട്രേഷനുള്ള കാറിൽ യാത്ര ചെയ്ത ഇവരെ പുതിയകോട്ടയിൽ റോഡ് ബ്ലോക്ക് ചെയ്താണ് പിടികൂടിയത്. ബസ്സിലാണ് ഈ പ്രതികൾ വരുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2 സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ബസ്സിലാണ് വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബസ്സാണ് സെർച്ച് ചെയ്തത്. പക്ഷേ ഞങ്ങൾ പുതിയകോട്ടയിൽ DYSPയുടെ നേതൃത്വത്തിൽ ഞാനും ടീമും DYSPയും ഉണ്ടായിരുന്നു. മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. അവസാനം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ഒരു ടാക്സി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഫോട്ടോയിൽ അയച്ചു തന്ന ആ സ്ത്രീയെ തിരിച്ചറിയുകയും അവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോൾ 6 പാക്കറ്റുകളിലായിട്ട് ഏകദേശം 200 ഗ്രാമിനടുത്ത് സ്വർണം കണ്ടെത്തി. ഇവരുടെ പക്കൽ നിന്ന് 150 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. കാഞ്ഞങ്ങാട്ടെത്തിയ നല്ലളം പോലീസ് യുവതികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം പാറശാലയിൽ യുവ വനിതാ ഡോക്ടർ ജീവനൊടുക്കിയ സംഭവം എല്ലാവരെയും വിഷമിപ്പിക്കുന്നതാണ്. പാറശാല സ്വദേശിനി സൗമ്യയെയാണ് കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. നെയ്യാറ്റിങ്കര അമരവിള സ്വദേശി ആദർശിന്റെ ഭാര്യയാണ് സൗമ്യ. അനൂപിന്റെ അമ്മ ചികിത്സയിലായതിനാൽ അവർക്കൊപ്പമാണ് വ്യാഴാഴ്ച രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നത്. രാത്രി 1 മണിയോടെ യുവതിയെ കാണാത്തതിനെ തുടർന്ന് ഭർത്തൃമാതാവ് അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സൗമ്യ വീട്ടിലെ ശുചിമുറിയിൽ കഴുത്തിലും കൈയിലും മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇതാണ് വീട്ടുകാർ പോലീസിന് കൊടുത്ത മൊഴി. തുടർന്ന് നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ദന്ത ഡോക്ടറായ സൗമ്യ 4 വർഷം മുമ്പാണ് വിവാഹിതയായത്. കുട്ടികളില്ലാത്തത് ഇവരെ മാനസികമായി അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഭർത്താവ് അനൂപ് ടെക്നോപാർക്ക് ജീവനക്കാരനാണ്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ പുതിയ വിവരങ്ങൾ വരികയാണ്. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖ് കസ്റ്റഡിയിലായി എന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ ആഷിഖാണ് കഞ്ചാവ് എത്തിച്ചത് എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഈ കൂടെ കസ്റ്റഡിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് കിട്ടുന്നത്? പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ കോളേജിൽ ലഹരി എത്തിച്ചതെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖ് പിടിയിലായിരുന്നത്. ആഷിഖിനെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പോലീസ് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയെ കൂടി പിടികൂടിയിട്ടുണ്ട്. അത് ഷാരിൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. പക്ഷെ എന്താണ് ഷാരിൻ ഈ കേസുമായുള്ള പങ്കെന്ന് ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ആഷിഖിനൊപ്പം ലഹരി എത്തിച്ചതിൽ ഷാരിനും പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും എറണാകുളത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ ലഹരി എത്തിച്ചതെന്ന് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തവരും ഇന്നലെ അറസ്റ്റിലായവരും ഒക്കെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആഷിഖിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. ഇതിനിടയിൽ ഈ പിടികൂടിയതിനെ, ഈ ആകാശിനെ അടക്കം പിടികൂടിയതിനെ തുടർന്ന് ആഷിഖ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ പോലീസ് ആഷിഖിനെ കണ്ടെത്തി. ഒപ്പം
മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി ഷാരിൻ എന്നാണ് പേര്. ഷാരിനെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷാരിനും ഇവിടെ ലഹരി എത്തിക്കുന്നതിൽ പങ്കുണ്ടോ, കഞ്ചാവ് എത്തിച്ചതിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നവമി, ഈ കേസിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്ക് നിർണായകമാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടെ കഞ്ചാവ് എത്തിച്ച് വെയിങ് മെഷീനൊക്കെ വെച്ച് പൊതുകളാക്കി വിൽപ്പന നടത്തുന്നവരും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെയൊക്കെ ഇടയിൽപ്പെട്ട് അവിടുത്തെ ആ പങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടക്കുമോ എന്നൊരു ആശങ്ക പൊതുവെ ഉയരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ശ്രീജ, ഇപ്പോൾ പോലീസ് കോടതി റിമാൻഡിൽ ചെയ്ത ആകാശിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ അടുത്ത നീക്കം. അതിനുവേണ്ടി ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ ഉടനെ തന്നെ കൈമാറും. ഈ ആകാശ് പണം പിരിച്ചു, അതായത് ലഹരി എത്തിക്കുന്ന കഞ്ചാവ് എത്തിച്ച ആഷിക്കിന് നൽകുന്നതിനു വേണ്ടി ആകാശ് പണപ്പിരിവ് നടത്തിയെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസമായി പോലീസ് ഈ കോളേജ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷണത്തിൽ ഒടുവിലാണ് റെയ്ഡിലേക്ക് എത്തുകയും ആ റെയ്ഡിൽ നിന്ന് 3 പേരെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആകാശിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കും, ആഷിക്കിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കും. ഒപ്പം മറ്റ് KSU പ്രവർത്തകർ ഈ ആകാശിന്റെ തന്നെ റൂമിലുണ്ടായിരുന്ന റൂംമേറ്റ്സ് ആയ 2 KSU പ്രവർത്തകരെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർ പക്ഷെ ചോദ്യം ചെയ്യൽ പറഞ്ഞത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. എങ്കിൽ പോലും ഈ ആകാശ് ലഹരി ഉപയോഗിക്കുന്നു എന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നതിനെ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആകാശിന്റെയും അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരാണ് അവിടേക്ക് ലഹരി എത്തിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി. അതിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇവർക്കൊപ്പം ഉണ്ടായ, അതായത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിലുള്ള കുട്ടികളിലേക്കുമൊക്കെ അന്വേഷണം നീളുന്നുമുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നടത്തിയ ലഹരി വേട്ടയിൽ ഇപ്പോൾ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലായിരിക്കുന്നു. ഇതിൽ ആഷിഖ് എന്നാൾ ലഹരി അവിടേക്ക് കഞ്ചാവ് എത്തിച്ച ആളാണെന്ന് പറയുന്നു. ഷാരിന്റെ പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. വൈനാഗപ്പള്ളി സ്വദേശി ഷിബു ആണ് അറസ്റ്റിലായത്. സംഭവശേഷം ഷിബു കേരളത്തിന്റെ വിവിധയിടങ്ങളിലും ബംഗളൂരുവിലും ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഒറീസയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് വീതം വെക്കുന്ന സമയത്താണ് പ്രതികൾ പിടിയിലായത്. കണ്ണൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ യുവതി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. ഉളിക്കൽ നുച്ച്യാടാണ് സംഭവം. നുച്ച്യാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ